ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി കഴുകി ക്ലീനാക്കി അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മാരിനേഷന് വേണ്ടിയുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായി കുഴച്ച് വെച്ചിട്ടുള്ളതാട്ടോ. കുറച്ച് വിനീഗർ ഒരു കുഞ്ഞി സ്പൂൺ കേട്ടോ, അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചാലും മതി, ഒരു കുഞ്ഞി സ്പൂൺ തന്നെ. അപ്പം നമുക്കിനി ഓയിൽ ഒഴിക്കാം. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി, അധികമൊന്നും വേണ്ട. ഓക്കെ, നമ്മളിതിന് അങ്ങനെ ചെയ്ത് ഓയിലൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് വേഗം തന്നെ ഇത് വയ്ക്കാം, വറുക്കാനായിട്ട് വയ്ക്കാം. ഓക്കെ, കുറച്ച് മതി വെളിച്ചെണ്ണ, അധികം ഒന്നും ഒഴിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കുകയാണ്, അതിന് വേണ്ടിയിട്ട് കുറേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമുക്കായാലും കുറച്ച് വെളിച്ചെണ്ണ മതി. അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും വെളിച്ചെണ്ണ കുറവ് ഉപയോഗിക്കാം. അത് വെളിച്ചെണ്ണ ചിലവാവണതല്ല കേട്ടോ, അത് ആരോഗ്യത്തിന് നല്ലത്. കുറച്ച് ഉപയോഗിച്ചാൽ നമ്മളെല്ലാവരും ഫ്രൈ ചെയ്തൊക്കെ കഴിക്കുമ്പോൾ പരമാവധി വെളിച്ചെണ്ണ കുറച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത് നമ്മുടെ കുക്കിങ്ങിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ചെമ്മീൻ റോസ്റ്റിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് സബോള, ഒരു 2 സബോള, കുഞ്ഞി സബോള ഒന്ന് അരിഞ്ഞു വെച്ചു. ചെറുള്ളി ഉണ്ടെങ്കിൽ അത്രയും നല്ലതാട്ടോ. ഞാൻ സബോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക്, തക്കാളി, നല്ല പുളിയുള്ള കുഞ്ഞി തക്കാളി ആട്ടോ. ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ വെച്ചത്. ഇതെനിക്കുള്ളത്. ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരെണ്ണം കഴിക്കണം. തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇത് ഇവിടെ മസ്കിൽ കിട്ടുന്നതാട്ടോ ഷോപ്പിൽ. എല്ലായിടത്തും ഉണ്ടാവും. ചെറി തക്കാളി എന്ന് പറയും, ചെറി ടൊമാറ്റോ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ വേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, പിന്നെ എൻ്റെ ഫേവറേറ്റ് നാളികേരക്കൊത്തില്ലാത്തൊരു ആഘോഷമില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. എനിക്ക് നാളികേരക്കൊത്തും ഭയങ്കര ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ചിക്കൻ കറിയാണ്, എന്ത് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ നാളികേരക്കൊത്തുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ നാളികേരക്കൊത്ത് ചെമ്മീൻ റോസ്റ്റിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ജമ്പ് ഇൻ ടു അവർ കറി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ഞാനിതിൽ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തില്ലേ ചെമ്മീൻ, അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇടട്ടെ. ആദ്യം എനിക്ക് നാളികേരക്കൊത്ത് ഇടാൻ താല്പര്യം. എങ്ങനെയായാലും ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം എന്തായാലും ചിലർ സബോള ആദ്യം ഇടും, ചെന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടും. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ അങ്ങനെ മാറ്റി മറിച്ചൊക്കെ ചെയ്യും. പക്ഷെ എന്തുണ്ടെങ്കിലും ആ പച്ചമണം ഒന്ന് പോയി കിട്ടണം, അത്രേ ഉള്ളൂ. ആ ഒരു പച്ചമണം ഇല്ലേ, പ്രത്യേകിച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ മതി. ബാക്കിയൊന്നും ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് വേപ്പില, കുറച്ച് വേപ്പില. പിന്നെ ബാക്കിയുള്ള വേപ്പില ഞാൻ ലാസ്റ്റ് ഇടുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇടാൻ പോവാണേ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ടോ. എനിക്ക് ചട്ടിയിൽ ഉണ്ടാക്കുന്നതിന് ഏറ്റവും ഇഷ്ടം. കറികളെല്ലാതും ചട്ടിയിൽ ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യം. ആദ്യമൊക്കെ ഫ്രൈ പാനും അതും ഇതൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെ താല്പര്യമില്ല. ചട്ടി ആക്കിയാലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പാത്രങ്ങളൊക്കെ അമ്മച്ചിമാരൊക്കെ ചെയ്യുന്ന പോലെ, പണ്ടത്തെ അമ്മമാരൊക്കെ അങ്ങനെയല്ല, ചട്ടിയിലല്ലേ കറികളൊക്കെ വെക്കാം. ഞാൻ പരമാവധി വെക്കാൻ നോക്കണം കേട്ടോ. അപ്പം ഇന്ന് ചട്ടിയിലാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഫ്രൈ പാനിൽ ചെയ്തു, ഇനി റോസ്റ്റ് ചട്ടിയിൽ. അപ്പോൾ ഇതിൻ്റെ പച്ച മണം ഒന്ന് പോയി കിട്ടണ വരെ നമുക്ക് അതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതാണ് മെയിനായിട്ട്, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച മണം പോണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സബോള ചെറുതാക്കി അരിഞ്ഞതിടാം. കൂടെ തന്നെ പച്ചമുളകും ഇടാം കേട്ടോ, നോ പ്രോബ്ലം.
പച്ചമുളകും അങ്ങനെ ഇടാം. നീക്കണ്ട ഇതിലൊരു ഇനി ഇതൊന്ന് വാട്ടി ഒരു ബ്രൗൺ ഗോൾഡൻ കളർ ഒരുപോലെ ആവട്ടെ. ഒന്ന് വാട്ടി കിട്ടുമ്പോൾ മസാലകളൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാവും. അപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ചെമ്മീനില്ലേ അതങ്ങ് ഇട്ടാൽ മതി. എന്നിട്ട് 2-3 മിനിറ്റ്സ് ഒന്ന് അതിൽ കിടന്ന് തന്നെ വെവട്ടെ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ എടുക്കട്ടെ. ഇളക്കണം എന്നൊന്നുമില്ല, ഇളക്കി നന്നായി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് വെവട്ടെ, അവിടെ കിടന്ന് വെവട്ടെ. ഫ്രൈ ആയിട്ട് ഇനി അത് ബ്രൗൺ നിറായിക്കോളും, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണ്ട. അപ്പോൾ അതേ മസാലകളൊക്കെ ഇട്ടു കേട്ടോ. എനിക്കത് ഫോണും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മസാല ഓൾറെഡി ഇട്ടു കേട്ടോ. ആദ്യം കുറച്ച് ഉപ്പിടുക, പാകത്തിന് ഉപ്പ്, മുളക് പൊടിയും എരിവ് ആവശ്യത്തിന്. ഓരോരുത്തരുടെ ഡിഫറെൻറ്റ് ടേസ്റ്റ് അല്ലേ, അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു തരി ഇടാം. ഞാൻ അധികം എൻ്റെ മുളകിനധികം നിറയില്ല കേട്ടോ, അതുകൊണ്ട് കുറച്ചിട്ടുള്ള എന്നാലും നല്ല ഭയങ്കര എരിവാണ് അതിൻ്റെ. പിന്നെന്താ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, അത്ര തന്നെ. ഇനി ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ സ്റ്റെപ്പ്. ഈ മസാല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ കറികൾ ഈ വറുത്ത് വെച്ച സംഭവങ്ങളോ തക്കാളിയോ ഒന്നും ഇടരുത്. ഇതിൻ്റെ ഒരു പച്ച മണല് അത് പോകണം. ഓക്കെ, അതൊന്ന് പോകണം. അതൊന്ന് നന്നായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇടാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട് ഞാൻ ഇട്ടിട്ട്. പിന്നെ ഇപ്പം നന്നായി ഇളക്കണം. ഇത് അടി പിടിക്കാതെ നോക്കണം. അടി പിടിക്കണ കണ്ടോ. അപ്പം നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പം നല്ലപോലെ ഇങ്ങനെ ഇളക്കാം. ഓക്കെ, ഇങ്ങനെ ഇളക്കി കൊടുത്ത് കണ്ടോ എൻ്റെ വേപ്പലിയും നാളേരക്കൊത്തും എടുക്കണ കാണാൻ നല്ല രസമല്ലേ. അത് ഉണ്ടാക്കി കംപ്ലീറ്റ് ആകുമ്പോഴും നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്ക് തക്കാളി ഇല്ലേ, കുഞ്ഞി തക്കാളി കേട്ടോ, അത് ഇട്ടു. ഇനി അത് ഒന്ന് ഇട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കണം. ഇത് ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആവും. തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടും. ഓക്കെ ഗൈസ്, നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മൂടി വെച്ചിരിക്കുകയാണ്. കുറച്ചൊരു ചെറിയ ഒരു വാം വാട്ടർ, ഒരു കുഞ്ഞി അര ഗ്ലാസ്, അര കപ്പ് എന്നും പറയാം. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വല്ലാണ്ട് ഡ്രൈനെസ് തോന്നിയപ്പോഴേ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇച്ചിരി വെള്ളം ഇങ്ങനെ കുഴഞ്ഞ് കിടക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത്. ചൂടുവെള്ളം ഒഴിക്കണതാണ് ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഒഴിച്ചെങ്കിൽ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ് ഇങ്ങനെ പറയണത്. പിന്നെ അതിൻ്റെ ഇടയിൽ ചേട്ടൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം നമുക്ക് കണ്ടോ, അത് അതിങ്ങനെ തിളയ്ക്കുമ്പോൾ കണ്ടില്ലേ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് കണ്ടോ. അതായത് ഇപ്പോൾ ടേസ്റ്റ് പരിവായിട്ടുണ്ട്, കഴിക്കേണ്ട ഒരു ടേസ്റ്റി വന്നിട്ടുണ്ട്. ആ എണ്ണ ഒക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടോ, എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ അത് കുക്കായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഗൈസ്, നമുക്ക് അവസാനത്തെ ലുക്ക് നോക്കാം, എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം. ലെറ്റ്സ് ഓപ്പൺ. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് ക്ലൈമാക്സ്. ഒക്കെ ഒരു ഓഫ് ചെയ്തു ഗ്യാസ്. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ശരി, ഓക്കെ. എനിക്ക് ഇത്തിരി കുറച്ച് ഗ്രേവി ആയിട്ട് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊതുവെ എല്ലാവർക്കും അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണോ. ടിൽ ദെൻ ഈ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ ഞങ്ങളുടെ ചെമ്മീൻ റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ചൂട്ടോടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ അവസാനത്തെ ക്ലൈമാക്സ് നോക്കും, അതിൻ്റെ ലുക്ക്. എന്താ കെടുപ്പ് കണ്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി. നാളികേരക്കൊത്തും കരിവേപ്പിലും എല്ലാതും മസാല എല്ലാതും കൂടി കലർന്നു നല്ല രുചിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതാണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്.